ഇത് മാസ് മോട്ടോഴ്സിനാണോ? ഹീറോയുടെ ഗ്ലാമർ വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. ജനറൽ സർവീസ്, വാട്ടർ സർവീസ് വേണം, ബ്രേക്ക് സൗണ്ട്, രണ്ട് ബ്രേക്കിനും സൗണ്ട് പറയുന്നുണ്ട്. പിന്നെ ഹെഡിൻ്റെ സൈഡ് ഓയിൽ ലീക്ക് പറഞ്ഞിട്ടുണ്ട്, ഹെഡ് ഓയിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി. ബാക്ക് ബ്രേക്കൊക്കെ ചവിട്ടുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഒന്നാമത് ലൈൻഡർ തീർന്നിട്ടുണ്ട്. അത് കൂടാതെ കൊണ്ട് നമുക്കതിൻ്റെ വീലിൻ്റെ ഹബ്ബ് ഉണ്ടല്ലോ, ഈ ഹബ്ബ് ലൈൻഡർ വന്ന് ടച്ച് ചെയ്യുന്ന ഭാഗത്ത് ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ക്രാച്ചസ് ഒന്ന് പോളിഷ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ ഇതൊന്ന് ലെയ്ത്തി കൊടുത്ത് നമുക്ക് പോളിഷ് ചെയ്തിട്ട് പുതിയ ലൈൻഡർ ഇടാം. അപ്പോൾ ആ സൗണ്ട് മാറേണ്ടതാണ്. നിലവിൽ ഗ്ലാമർ ഈ മോഡലിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെ ചെയ്താലും കുറേ കഴിഞ്ഞിട്ട് കംപ്ലയിൻറ്റ്സ് വരാറുണ്ട്. തൽക്കാലം ശരിക്കും പറഞ്ഞാൽ ഒന്ന് പോളിഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് കുഴപ്പമുണ്ടാവില്ല. ആ രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ബാക്കിലത്തെ ടയർ അത്യാവശ്യം ഉണ്ട്. ഈ സെൻറ്റർ ഭാഗം, ഈ സൈഡിലത്തെ കട്ടയുണ്ട്, സെൻറ്റർ ഭാഗത്ത് കുറച്ചും കൂടി ഉള്ളൂ കേട്ടോ. അപ്പം ശ്രദ്ധിച്ചോളാം. ടയറിൻ്റെ ഗ്രിപ്പ് കുറഞ്ഞതിനനുസരിച്ച് വേണ്ടി പാളുകൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ലൈൻഡർ മാറണം. വീൽ റബ്ബർ അതൊക്കെ മതി. ചെയിൻ ലൂസ് ഉണ്ട്, നമുക്ക് ടൈറ്റ് ചെയ്തിടാം. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. കുഴപ്പമൊന്നും വെച്ചാൽ നല്ല ഫിൽറ്ററാണ്. ബാറ്ററി 2024 മോഡൽ ബാറ്ററി വണ്ടിയും ഇരിക്കണം കേട്ടോ. വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്, നല്ല ബാറ്ററിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. എൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും 9.72 വരുന്നുണ്ട്. പിന്നെയുള്ളതിൻ്റെ മെയിൻ വേറൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഹെഡിൻ്റെ അവിടുത്തെ ലീക്കിൻ്റെ കേസാണ്. നിലവിൽ ഇതിൻ്റെ ഐറ്റംസ് ഒരു സ്ഥലത്തും സ്റ്റോക്കില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കേസ്. ഇനിയിപ്പോൾ ഇത് അഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഹെഡ് ഗ്യാസ്കറ്റ് തുടങ്ങിയിട്ട് എല്ലാ ഗ്യാസ്കറ്റ് റബ്ബർ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. എന്നാലാണ് ആ ഓയിൽ ലീക്ക് മാറുള്ളൂ. നമ്മൾ ഫസ്റ്റ് അതിനിടയിൽ 2 പ്രാവശ്യം അതിൻ്റെ ഓറിങ്ങൊക്കെ മാറ്റിയിട്ട് നോക്കിയതാണ്, പക്ഷേ കാര്യമില്ല. അപ്പോൾ ഐറ്റം ഒന്നാമത് ഈ ഐറ്റം കിട്ടാനില്ല എന്നുള്ളത്. കാരണം ഞാൻ ഒരു സ്ഥലത്തും ഈ മോഡൽ ഇറങ്ങിയിട്ട് അത്രയും ക്ലിക്കായിട്ടില്ല. ഐറ്റം ഒരു സ്ഥലത്ത് സ്റ്റോക്ക് വെച്ചിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് അതിൻ്റെ പാർട്സുകളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഓർഡറിലേക്ക് കൊടുത്തു നോക്കാം. പല സാധനങ്ങളും അങ്ങനെയാണ് ഈ വണ്ടിയുടെ കേട്ടോ. അപ്പോൾ ഓർഡർ കൊടുത്തു നോക്കാം. ഐറ്റം കിട്ടുന്നതിൻ്റെ അനുസരിച്ച് അഴിച്ച് റെഡിയാക്കാനേ പറ്റുള്ളൂ കേട്ടോ. തൽക്കാലം ഇങ്ങനെ ഉപയോഗിക്കുക. ഐറ്റം നമ്മൾ അറേഞ്ച് ചെയ്ത് എടുക്കാനായിട്ട് പരിശ്രമിക്കാം. ഓക്കെ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെയും ചെറിയൊരു പ്രോബ്ലംസ് ഉണ്ട്. ബ്രേക്ക് ലൈൻഡർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഹബ്ബിൽ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. തൽക്കാലം ഫ്രണ്ടിൻ്റെ ഇപ്പോൾ നമുക്ക് ചെയ്യണമെന്നില്ല. ഫ്രണ്ട് നമുക്ക് ശരിക്കും സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ഗ്രിപ്പാക്കിയിട്ട് നമുക്കൊന്ന് കയറ്റിയിടാം. ബാക്കിലത്തെ നമുക്കൊന്ന് പോളിഷ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഈ ഫ്രണ്ടിലത്തെ കേബിളുകൾ 2 കേബിളും ലോഡായിട്ട് നിൽക്കുകയാണ്. 2 ബ്രേക്ക് കേബിളും മാറ്റിയിട്ടാലാണ് ഇത്. ഒരെണ്ണത്തിൻ്റെ ഔട്ടർ ഇവിടെ പൊട്ടിയിരിക്കുന്നുണ്ട്. ഒരെണ്ണം ലോഡായിട്ട് ഫുൾ ലോഡിലാണ് നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക് എങ്ങനെ നോക്കിയാലും നമുക്കൊരു സ്മൂത്ത്നെസ് കിട്ടില്ല. അപ്പോൾ ബ്രേക്കിൻ്റെ കേബിള് ഇതിൻ്റെ വ്യത്യാസം ഉണ്ടെന്ന് തോന്നണു. ഞാനത് നോക്കാം, പാർട്ട് നമ്പർ വെച്ച് നോക്കിയിട്ടായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി കൂട്ടത്തിലൂടെ മാറ്റിവിടാം. പിന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പ്ലഗും കുഴപ്പമൊന്നുമില്ല. മഫ്ലറിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗമൊക്കെ അത്യാവശ്യം ഇതിനകത്തേക്ക് തുരുമ്പിൻ്റെ ഇതിനകത്തേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നെക്സ്റ്റ് സർവീസിലൊക്കെ വേണമെങ്കിൽ ഒന്ന് കോട്ടിങ് ചെയ്ത് വിട്ടാൽ നല്ലതാണ്. സൈലൻസർ അത്യാവശ്യം ഇതിനൊക്കെ നല്ല വില വന്ന സാധനം ആയതുകൊണ്ട് നമ്മളത് കാര്യമായിട്ട് ഡാമേജിലേക്ക് പോണേക്കാളും ഇടയ്ക്ക് അതിൻ്റെ മഫ്ലർ കോട്ടിങ് കൊടുത്ത് സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. ഈ ബ്രേക്കിൻ്റെ 2 കേബിളുകളും ഈ പറഞ്ഞ രീതിയുടെ ബാക്കിലത്തെ ബ്രേക്ക് ഷൂ, ഹബ്ബ് പോളിഷിങ്, ജനറൽ സർവീസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. ഏകദേശം 4000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ട്. ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞാണ്. നമ്മളതിൻ്റെ ലെവൽ നോക്കുമ്പോൾ ലെവൽ അടിയിൽ ഒരല്പം കുറവായിട്ടാണ് കാണുന്നത്. ഇവിടെ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ 4150 4369 കിലോമീറ്റർ നിലവിൽ വണ്ടി ഓടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഓടിയാണ് കിലോമീറ്റർ ഇട്ടിട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 3000 ചേഞ്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ കുറച്ച് കിലോമീറ്റർ കൂടുതലാണ് ഓടിയാണ് കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം. ഞാൻ എൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ്, ഓയിലടക്കമുള്ള എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം.